വിവരങ്ങളുമായി സ്വാതി സന്തോഷ് കൂടി ചേരുന്നുണ്ട്. സ്വാതി, എല്ലാത്തരം ഭീകര പ്രവർത്തനങ്ങളെയും അല്ലെങ്കിൽ എല്ലാത്തരം ഭീകരവാദങ്ങളെയും കൃത്യമായി ഇന്ത്യ എതിർക്കുമെന്ന് പറയുമ്പോഴും വെടിനിർത്തലിലെ ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടലിനെ ആ കാര്യത്തിൽ പ്രധാനമന്ത്രി ഒരു മൗനം കൂടി തുടരുന്നുണ്ട്. സ്വാതി. തീർച്ചയായും വർഷ, അങ്ങനെ തന്നെയാണ് പ്രധാനമന്ത്രിയുടെ ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള ആദ്യ അഭിസംബോധനയും നോക്കിക്കാണേണ്ടത്. ഭീകരവാദികൾക്കെതിരെ എടുത്ത സൈനിക നടപടിയിൽ പൂർണ്ണമായും അഭിനന്ദനം അറിയിച്ചിട്ടുണ്ട്. രാജ്യത്തിന്റെ ഐക്യം പെഹൽഗാമിന്റെ നീതിക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്നും പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും ഭീകര കേന്ദ്രങ്ങൾ തകർത്തു. മെയ് 7-ന് ഭീകരവാദത്തിനെതിരായി രാജ്യത്തിന്റെ ശക്തി ലോകം കണ്ടു. ഭീകരവാദികൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള തിരിച്ചടിയാണ് നൽകിയത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് സൈന്യത്തെ അഭിനന്ദിച്ചുകൊണ്ട് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചത്. അതോടൊപ്പം തന്നെയും പാകിസ്ഥാൻ അതിർത്തി ലക്ഷ്യമിട്ടപ്പോൾ ഇന്ത്യൻ സേന അവരുടെ ഹൃദയത്തിലേക്ക് ആക്രമണം നടത്തിയെന്ന പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സമാധാനത്തിനായി പാകിസ്ഥാനാണ് ഇന്ത്യയെ സമീപിച്ചതെന്നും മറ്റ് ലോകരാജ്യങ്ങളോടടക്കം വലിയ സഹായം തേടി. ഭീകരവാദ പ്രവർത്തനങ്ങൾക്കെതിരെ ഇന്ത്യൻ സേന നടത്തിയ നടപടിക്ക് പിന്നാലെയാണ് ലോകരാജ്യങ്ങളോട് പാകിസ്ഥാൻ കൈനീട്ടിയത്. അതിന് പിന്നാലെ DGMO തലത്തിൽ തന്നെ ഇന്ത്യയുടെ DGMOയെ നേരിട്ട് പാകിസ്ഥാൻ സമീപിക്കുകയായിരുന്നുവെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ശക്തമായിട്ടുള്ള ആക്രമണം, ഇപ്പോൾ വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ചെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം ഉണ്ടായാൽ ഇനി ശക്തമായി തിരിച്ചടിക്കുമെന്നുകൂടി പ്രധാനമന്ത്രി പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആണവായുധ ഭീഷണി പോലെയുള്ള അത്തരം ഭീഷണികളോടൊന്നും ഇന്ത്യയോട് വേണ്ട എന്നും ഒരു മുന്നറിയിപ്പ് പ്രധാനമന്ത്രി നൽകിയിട്ടുണ്ട്. എല്ലാത്തരം ഭീകരവാദത്തിനും ഇന്ത്യ ഐക്യത്തോടെ നിലകൊള്ളുന്നതാണ് ഈ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ കണ്ടത് എന്നും ഭീകരവാദവും ചർച്ചയും ഒരുമിച്ച് പോകില്ല എന്നും ചർച്ച പാക് അധീന കശ്മീരിന്റെ കാര്യത്തിൽ മാത്രമാണ് നടക്കുന്നതെന്നും രക്തവും വെള്ളവും ഒരുമിച്ച് ഒഴുകില്ലെന്നും അത്തരത്തിൽ നിരവധിയായിട്ടുള്ള പരാമർശങ്ങളാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അതേസമയം തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ രാജ്യം കാത്തിരുന്ന നിരവധിയായിട്ടുള്ള വിഷയങ്ങളിൽ ഇപ്പോഴും പ്രധാനമന്ത്രി വ്യക്തത വരുത്തിയിട്ടില്ല. അത്തരത്തിലൊരു ആധികാരികതയോടെ ആ വിഷയങ്ങളെ ഒന്നും പ്രധാനമന്ത്രി കണ്ടിട്ടില്ല, അല്ലെങ്കിൽ കേന്ദ്രം സമീപിച്ചിട്ടില്ല എന്ന് തന്നെ ഈ ഒരു ഘട്ടത്തിൽ പറയേണ്ടതായി വരും. പ്രത്യേകിച്ചും ഡൊണാൾഡ് ട്രംപ് നടത്തിയിട്ടുള്ള അവകാശവാദം ഈ വെടിനിർത്തൽ കരാറിന് പിന്നാലെ ഇരു രാജ്യങ്ങളും തമ്മിൽ വെടിനിർത്തൽ കൊണ്ടുവന്നതിന് തങ്ങളാണ് മധ്യസ്ഥത വഹിച്ചത് ഉയർത്തിയിരുന്നത്. എന്നാൽ ആ വിഷയത്തിൽ ഒരു നിർണായക പ്രതികരണം തന്നെ രാജ്യം പ്രതീക്ഷിച്ചെങ്കിലും അത്തരത്തിൽ പ്രധാനമന്ത്രി അതിനെപ്പറ്റി മൗനം തുടരുക തന്നെയായിരുന്നു. അതോടൊപ്പം പെഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഉണ്ടായിട്ടുള്ള ഇന്റലിജൻസിന്റെ വീഴ്ച അടക്കമുള്ള കാര്യങ്ങൾ, സുരക്ഷാ വീഴ്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, ഈ ഭീകരവാദികളെ സംബന്ധിച്ച് ഏത് നടപടിയാണ്, അതോടൊപ്പം തന്നെ ഈ കരാറിൽ എന്തെല്ലാം വ്യവസ്ഥകളാണ് പറഞ്ഞിട്ടുള്ളത്, അത് അത്തരത്തിലുള്ള ജനങ്ങൾക്ക് അറിയേണ്ട വിഷയങ്ങളിൽ ആ പ്രതികരണം പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്ന് തന്നെ ഈ ഘട്ടത്തിൽ നമുക്ക് പറയുവാൻ വേണ്ടി കഴിയും. അതോടൊപ്പം തന്നെ മറ്റ് വിഷയങ്ങൾ, വിക്രം മിശ്രി ഉൾപ്പെടെയുള്ള നേരിടുന്ന വലിയ തരത്തിലുള്ള വിദ്വേഷ പ്രചാരണങ്ങളും സൈബർ അറ്റാക്കും സംബന്ധിച്ച രാജ്യത്തിന്റെ സൈനിക തലത്തിൽ തന്നെ വലിയ വിമർശനങ്ങളൊക്കെയും ആ സൈബർ അറ്റാക്കിനെതിരെ ഉയരുമ്പോൾ ആ വിഷയത്തിലൊന്നും തന്നെയും പ്രധാനമന്ത്രിയുടെ ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം, അതൊന്നും സംബന്ധിച്ച് ഒന്ന് പറഞ്ഞു പോകാൻ പോലും പ്രധാനമന്ത്രി ഈ ഘട്ടത്തിൽ തയ്യാറായിട്ടില്ല എന്നുള്ളതും ഈ പ്രതികരണത്തോട് കൂട്ടി വായിക്കേണ്ടതാണ്. വർഷ.